നമസ്കാരം. കേരള വിഷൻ ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒരു പുത്തൻ വാർത്താ ദിനം ആരംഭിക്കുമ്പോൾ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. തിരുവല്ലയിലെ സ്പായിലുണ്ടായ ബലാത്സംഗ കേസിൽ പോലീസിലും ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. പോലീസ് ഗുണ്ട അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടെന്ന സംശയത്തെ തുടർന്നാണ് ഈ ഒരു അന്വേഷണം. അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. മണിയൻപിള്ള രാജു പ്രതിയായ അപകടത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായോ എന്നതാണ് ഉയരുന്ന ആരോപണം. തുടങ്ങി സജീവമായ ഒരു വാർത്താ ദിനമാണെന്ന് വാർത്തകളിലേക്കെല്ലാം വിശദമായി തന്നെ എത്താം. ആദ്യം നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യം. സംയുക്ത പ്രസ്താവന പുറത്തിറക്കി ഇരു രാജ്യങ്ങളും. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ തീരുവ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ 18%. 25% അധിക തീരുവ ചുമത്തിയ ഉത്തരവ് പിൻവലിച്ചുള്ള ഉത്തരവിൽ ഒപ്പുവെച്ച ഡൊണാൾഡ് ട്രംപ്. പത്തനംതിട്ടയിൽ സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ഒളിവിലുള്ള പ്രതികൾക്കായി അന്വേഷണം തുടരുന്നു. അന്വേഷണത്തിന് തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം. പ്രതി സുബിനെതിരെ വീണ്ടും കാപ്പ ചുമത്തും. ജില്ലയിൽ പോലീസ് ഗുണ്ടാ ബന്ധത്തിൽ പോലീസിൽ ആഭ്യന്തര അന്വേഷണം. മണിയൻപിള്ള രാജുവിന്റെ കാറിടിച്ച ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റതിലെ പോലീസ് വീഴ്ചയിൽ അന്വേഷണം. DCP വിനോദിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഇന്നു മുതൽ. വീഴ്ചയുണ്ടായിട്ടില്ലെന്ന പോലീസ് 2 തവണ വീട്ടിലെത്തി പരിശോധന നടത്തി. നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കിയെന്നും വിശദീകരണം. VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര തുടരുന്നു. ഇന്ന് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ പര്യടനം. LDF മേഖലാ ജാഥകളും തുടരുന്നു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഇന്ന് തൃശൂരിൽ. അണ്ടർ-19 ഏകദിന ക്രിക്കറ്റിൽ കിരീടം ചൂടി ഇന്ത്യ. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 100 റൺസിന്. ചരിത്രം കുറിച്ച് 80 പന്തിൽ 175 റൺസ് നേടിയ വൈഭവ് സൂര്യവംശി. ഇന്ത്യ ചാമ്പ്യന്മാരാവുന്നത് ഇത് 6ാം തവണ.